എത്തി. പണ്ഡിറ്റ്ജിയുടെ പിതാവായ മഹാദേവിന് 19 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത്. ഒരു പ്രഭാതത്തിൽ മഹാദേവ് ഗന്ധമാദന പർവ്വതത്തിലെ ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം പരിപാലിക്കേണ്ട ജോലി അദ്ദേഹത്തിൻ്റെതായിരുന്നു. പ്രധാന ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നപ്പോൾ തൻ്റെ പ്രായത്തോടടുത്ത ഒരു ചെറുപ്പക്കാരൻ അന്തരീക്ഷത്തിൽ പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുന്നതായി അദ്ദേഹം കാണുകയുണ്ടായി. മഹാദേവൻ പെട്ടെന്ന് വാതിൽ ചാരുകയും ക്ഷേത്രത്തിലേക്കുള്ള മറ്റു തീർത്ഥാടകരോട് ഈ യോഗിയുടെ ധ്യാനത്തിനു തടസ്സം വരാതിരിക്കുവാൻ പുറത്തു കാത്തു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരോട്, ഒരു കൂട്ടം യാത്രക്കാരോട് ഈ യോഗി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അവർ പറഞ്ഞത് ദത്താത്രേയൻ്റെ അവതാരമായ ഇദ്ദേഹം ഗണകാപൂരിലെ ശ്രീ നൃസിംഹ സരസ്വതി എന്ന സിദ്ധപുരുഷനാണെന്ന് അവർ ഉത്തരം നൽകി. 400 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്നും അവർ പറഞ്ഞു. ആ വന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. എത്രയോ ദൂരത്ത് നിന്ന് ഗുരുവിനോടൊപ്പം വരുന്നവരാണവർ. എന്നാൽ ഗുരു മാത്രം ക്ഷണമാത്രയിലാണ് രാമേശ്വരത്ത് എത്തിച്ചേർന്നതെന്നും അവർ ഉത്തരം നൽകി. അവർക്ക് ആ ദൂരം മറികടക്കുവാൻ ഏകദേശം 1.5 ദിവസത്തിൽ കൂടുതൽ എടുത്തുവെന്നും അവർ മറുപടി പറഞ്ഞു. ശ്രീ മഹാദേവൻ്റെ അന്വേഷണം ഈ സിദ്ധപുരുഷനെ പറ്റിയായി. 3 ദത്ത അവതാരങ്ങളിൽ ശ്രീപാദശ്രീ വല്ലഭ മഹാപുരുഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അവതാരമാണ് ശ്രീ നൃസിംഹ സരസ്വതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.